പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നല്ല ഉസ്താദാ, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടാ. എന്ത് മനസ്സിലാക്കണമെന്ന് കേട്ടുക്കാ, നിങ്ങൾ കേൾക്ക. ആസന്നമാകുന്ന സമയത്ത് ചിലപ്പോൾ അള്ളാഹു അദ്ദേഹത്തെയും മാറ്റിക്കൂടെയോ? വ്യഭിചാരിയായ പെണ്ണിന് ഒരു നായ്ക്ക് വെള്ളം കൊടുത്തതിന്റെ മേൽ സ്വർഗത്തിൽ കടത്തിയ റബ്ബാണ്. അതുപോലെ ഇബാദത്തിന് ഒരു പെണ്ണിനെ അതെ, നിങ്ങളോട് പറയാതിരിക്കാതിരിക്കാൻ വയ്യ, നിങ്ങളോട് അത്ര ഇഷ്ടമാണ് ഉസ്താദ് ഈ വാക്കുകൾ. സാബിയുമ്മ, നിങ്ങൾ പലരും ഈ ഉമ്മാന്റെ വീട് കണ്ടിട്ടുണ്ടാകും. എനിക്കും പലരും അയച്ചു തന്നു. ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനും പറഞ്ഞു. എനിക്ക് മനസ്സിലായത് ആളൊരു പച്ച പാവമാണ്. എല്ലാം വെട്ടിത്തുറന്ന് നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഒരു പ്രകൃതം. ഇടയ്ക്കൊരൽപ്പം ഡാൻസും പാട്ടും കളിയും തമാശയൊക്കെ ഉണ്ടാവും. അത് മാറ്റി നിർത്തിയാൽ ആൾ ഓക്കെയാണ്. ഈ സഹോദരി എൻ്റെ ഒരു വീഡിയോ പറ്റിയും സംസാരിച്ചിരുന്നു, വളരെ മാന്യമായിട്ട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ആളോട് നല്ല രൂപത്തിൽ സ്നേഹത്തോടു കൂടി നന്മ പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളുന്ന ആളാണെന്ന്. അതുകൊണ്ട് തന്നെ സ്നേഹപൂർവ്വം ഉമ്മയോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങളത് കേൾക്കോ? ഉമ്മാക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, നല്ല രസകരമായ രൂപത്തിൽ ജനങ്ങളിലേക്ക് അത് എത്തിക്കാനും അറിയാം. ഒരുപാട് സഹോദരിമാർക്ക് നന്മയാർന്ന ഉപദേശം കൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ ഉമ്മാക്ക് സാധിച്ചാൽ അതൊരു നല്ല ദീനീ പ്രബോധനമാകൂലേ ഉമ്മ? അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഉമ്മാക്ക് ഏറെ പുണ്യവും ലഭിക്കും ഈ പരിശുദ്ധമായ മാസത്തിൽ. ഇത് പറയാൻ കാരണം, ഉമ്മയിടുന്ന വീടിക്കടിയിൽ വന്ന് ഒരുപാട് പേർ വളരെ വൃത്തികെട്ട രൂപത്തിൽ കമന്റ് ഇടുമ്പോൾ ഹൃദയത്തിന് വല്ലാത്ത വേദനയുണ്ടുമ്മ. ആ സങ്കടം കൊണ്ട് മാത്രമാണ് സ്നേഹത്തോടു കൂടി ഉമ്മയോട് ഇത് പറഞ്ഞു തരുന്നത്. ഇതൊരു ഉപദേശമല്ല, ഇതൊരു അപേക്ഷയാണ്. എന്നെക്കാളും മുതിർന്ന, എന്നെക്കാളും കൂടുതൽ ഈ ലോകം കണ്ട ഒരാളാണ് നിങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇത് നന്മയാർന്ന രൂപത്തിൽ ഉൾക്കൊള്ളുകയും മാറുകയും ചെയ്യുമെന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞതിൽ ഉമ്മാക്ക് എന്തെങ്കിലും വേദനയായിട്ടുണ്ടെങ്കിൽ ഈ മുത്തഅല്ലിം ഉമ്മയോട് മാപ്പ് ചോദിക്കുകയാണ്. ചിലർക്കെങ്കിലും തോന്നാം, ഞാൻ എന്തിനാണ് ഇവരോട് ഇത്ര മാന്യമായി സംസാരിക്കുന്നതെന്ന്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു യഹൂദനായ മനുഷ്യൻ എല്ലാ ദിവസവും ചീത്ത വിളിക്കാനും ആക്ഷേപിക്കാൻ നിൽക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ അയാൾ കല്ലും മണ്ണും വാരി മുത്തുനബി എറിയുമായിരുന്നു. ഇവത്തങ്ങൾ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഒരു ദിവസം എന്നും കാണുന്ന വഴിവക്കിൽ അയാളെ കാണാനില്ല. ഒരാളോട് ചോദിക്കുന്നു, എവിടെയാ മനുഷ്യൻ? ആ മനുഷ്യൻ രോഗിയാണ് നബിയെ. നേരെ ആ മനുഷ്യന്റെ ചാരത്തിലേക്ക് ചെന്നു ആ മനുഷ്യന്റെ രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മനുഷ്യന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. അയാൾ അത്ഭുതപ്പെട്ടു പോയി. എന്ന് ഞാൻ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ എന്റെ പ്രയാസത്തിൽ എന്നോടൊപ്പം എന്റെ കൊച്ചു കുടിലേക്കോ ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. എത്ര മാന്യമായിട്ടുള്ള ഇടപെടൽ! നമ്മളും ഇവിടെ പല തെറ്റുകളിലൂടെ, അറിവില്ലായ്മയിലൂടെ പലരും പലതും കാട്ടിക്കൂട്ടും. ഒന്ന് ചേർത്ത് പിടിച്ച് ഉപദേശം നോക്കൂ, മാറുമെങ്കിൽ അതല്ലേ ഉത്തമം. അതുതന്നെയാണ് നബി മാതൃകയും.